അവർക്ക് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പച്ചത്തുരുത്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. ഒരു പഞ്ചായത്ത്, പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വന്ന് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കി അതുവഴി ഇന്ത്യയിലാകെ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘമല്ല ഞങ്ങൾ. ചർച്ചയിൽ പ്രസക്തമല്ലാത്ത കാര്യം വിളിച്ചുകൊണ്ടിരുത്തിയ മാധ്യമ പ്രവർത്തകനും മറ്റ് സംഘങ്ങളും പറഞ്ഞപ്പോ അങ്ങയുടെ നാവെന്താ കാശിക്ക് വേണ്ടി. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പൊ കുറച്ചായി ഈ സംഭവങ്ങൾ, ഈ രണ്ട് കേസുകൾ, ഒന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന ഈ രണ്ട് കേസുകൾ, ഇതിൽ രണ്ടിലും പൊതുവായുള്ളത് സർക്കാരിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി, ഖജനാവിലെ ഫണ്ട് ഉപയോഗപ്പെടുത്തി LDF ഗുണം കിട്ടുന്ന വിധത്തിൽ പ്രചാരണ പരിപാടികൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇത് രണ്ടിലും പൊതുവായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് ശ്രീ മോഹൻലാലുമൊത്തുള്ള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വരുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത PR സമാനമായ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും ജയിക്കുക, അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള വേലകളും നടത്തുക എന്നുള്ള ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നുണ്ടോ കേരളത്തിൽ? ശ്രീ ജോർജ് പൊടിപ്പാറ. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അതായത് എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം പരിശ്രമിക്കുന്നത്. അതിലവരെ കുറ്റം പറയാനില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പച്ചത്തുരുത്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. അതുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മുന്നണിക്കും അതുപോലെ തന്നെ CPM അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്നൊരു സാഹചര്യമുണ്ട്. ബംഗാളും ത്രിപുരയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഗ്രഹാതുരമായൊരു ഓർമ്മ പോലെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക്. അവിടെ ഇതിനൊരു തിരിച്ചുവരവിനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവശേഷിക്കുന്നത് കേരളം മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിൽ എങ്ങനെയും നിന്നേ പറ്റൂ, എങ്ങനെയും അധികാരം നിലനിർത്തിയേ ഒക്കൂ. അതിനുവേണ്ടി ഏത് മാർഗവും, അത് ഇനി നിയമപരമല്ല, അല്ലെങ്കിൽ അത് ധാർമ്മികമല്ല, നൈതികമല്ല, അതല്ലെങ്കിൽ വഴിവിട്ടതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും വിജയം അതിനെയൊക്കെ സാധൂകരിക്കും എന്നാണ് CPM-ഉം ഇടതുമുന്നണിയും വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. ജയ്ക്ക് വളരെ സാങ്കേതികമായ കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം ഉപയോഗിച്ച്, വാക്ചാതുര്യം ഉപയോഗിച്ച് ഇതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിയമപരമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്, അതായത് ജയ്ക്ക് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വ്യക്തിയേക്കാൾ പ്രധാനം സമൂഹമാണ്. സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി വ്യക്തി ചില സാക്രിഫൈസുകൾ ചെയ്യണം. അതായത് വ്യക്തിയേക്കാൾ എത്രയോ പ്രധാനമാണ് സമൂഹം, രാഷ്ട്രം വ്യക്തിയേക്കാൾ എത്രയോ പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും വ്യക്തിക്ക് സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കല്ലാതെ വ്യക്തി സമൂഹത്തിന് മീതെയല്ല. അവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതും ജനാധിപത്യത്തിൽ വ്യക്തിക്ക് പരമാധികാരം അല്ലെങ്കിൽ പരമമായ സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിയുടെ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഒരു കോടതിക്കും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ എന്താണ് അദ്ദേഹം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടിയ ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വ്യക്തിയുടെ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഈ പറയുന്ന സ്പാർക്ക് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക്, അല്ലെങ്കിൽ ഈ ഇതിനകത്തേക്ക്, ഈ സോഫ്റ്റ്വെയറിലേക്ക് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ മറ്റ്, നേരത്തെ ജിൻഡോ ജോൺ പറഞ്ഞുള്ള അദ്ദേഹം ഒരു സംരംഭകനാണ്. ആ സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഡാറ്റ ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. ആ ഡാറ്റ ഒരു കാരണവശാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതല്ല. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ആ രീതിയിൽ അയാളൊരു സർക്കാർ ജോലിക്കാരനാണ്, അധ്യാപകനാണ്, സംരംഭകനാണ് എന്ന നിലയ്ക്ക് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുത്തിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നാളെ ഭരിക്കുന്ന കക്ഷിക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്, അതിന് എന്ത് സാങ്കേതിക ന്യായം പറഞ്ഞാലും അതിനകത്തൊരു ധാർമ്മികതയില്ല, നൈതികതയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫുട്ബോൾ കളിയാണെങ്കിൽ പോലും ആ ലെവൽ ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ അതായത് ഈക്വൽ ഇതിലാണല്ലോ മത്സരിക്കേണ്ടത്. അതായത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആയിരിക്കണമല്ലോ. ഒരു വശത്ത് കൂടുതൽ ഗുണമുള്ള പ്രതലവും മറുവശത്ത് ഗുണം കുറഞ്ഞ പ്രതലവും. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോ ടീമും അവരുടെ ഇന്നിങ്സ് തുടങ്ങുന്ന ന്യൂ ബോൾ ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ പറഞ്ഞ ജനാധിപത്യത്തിൽ ഒരുപോലെ പ്രധാനമാണ്. ഒരു പരിധിവരെ ഭരണപക്ഷത്തിന് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അവർ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് സർക്കാർ PR ഡിപ്പാർട്ട്മെൻറ്റിന് ഉപയോഗിച്ച് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെല്ലാം ലക്ഷങ്ങളും കോടികളും മുടക്കി പത്രങ്ങളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ന്യൂസ് മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ നിരന്തരം സോഷ്യൽ മീഡിയ അടക്കം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് അവകാശമാണ്. പക്ഷേ ചുരുങ്ങിയ പക്ഷം ഇത്തരത്തിൽ നിയമം മൂലം അല്ലെങ്കിൽ ഭരണഘടന തന്നെ അംഗീകരിക്കാത്ത മാർഗങ്ങളെങ്കിലും അവലംബിക്കാതിരുന്നൂടെ?
അല്ലെങ്കിൽ തന്നെ ഭരണകക്ഷിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, പല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംരംഭകരുടെയും അതുപോലുള്ള മറ്റ് ജനവിഭാഗങ്ങളുടെയും ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഡാറ്റ അവരോട് അനുമതി ചോദിക്കാതെ, അവരുടെ അനുമതി ഇല്ലാതെ, അവരുടെ അംഗീകാരമോ അറിവോ ഇല്ലാതെ ഈ രീതിയിൽ സർക്കാരിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്ര കണ്ട് ന്യായമാണ്, അതിനകത്ത് എന്ത് ധാർമ്മികതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ ഇതുപോലെ തന്നെ സുപ്രീം കോടതി ഇന്നിപ്പോ ആ വിധിയെ സ്റ്റേ ചെയ്തു, മറ്റേ ഈ പറഞ്ഞ സർവേയുടെ കാര്യത്തിൽ. പക്ഷെ അത് സ്റ്റേ ചെയ്യുമ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ഈ രീതിയിലായിരുന്നു അത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. കേരളത്തിലെ ഒരു ഹൈക്കോടതിക്കെങ്കിലും അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. സുപ്രീം കോടതി മുഴുവൻ കാര്യങ്ങളും കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാദിഭാഗത്തിന്റെ വാദങ്ങൾക്ക് പ്രാധാന്യം കിട്ടിയെന്ന് അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചു. ഒരുപക്ഷെ വേണ്ടത്ര ജാഗ്രത KSU പ്രസിഡന്റ് അടക്കമുള്ളവർ കാണിച്ചില്ലേ എന്നൊരു സംശയം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ശ്രീ ജേക്സി തോമസ്, ഒരൊറ്റ കാര്യം എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു ആശ്വാസ നടപടി ഇന്നത്തെ ഈ ഒരു ഇടക്കാല സ്റ്റേ എന്ന നിലയ്ക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നവകേരള സർവേയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ നവകേരള സർവേയിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി, ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ തിരിച്ചടി നേരിട്ടപ്പോൾ P. രാജീവ് ഉൾപ്പെടെയുള്ള നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത് സാങ്കേതികമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കിയത്. ആ സാങ്കേതികത്വം ഞങ്ങൾ മേൽക്കോടതിയിൽ മറികടക്കും എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് വന്ന അനുകൂലമായ ആ സ്റ്റേയെ നമുക്ക് ആ രീതിയിൽ പരിഗണിക്കാം. സാങ്കേതികത്വം മറികടന്ന് മുന്നോട്ട് പോയി, സർക്കാർ കുറെ കൂടി വിജയിച്ച് മുന്നോട്ട് പോയി എന്നുള്ള നിലയ്ക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിയമപരമായി സാങ്കേതികത്വം മറികടന്ന് നേടിയെടുത്ത ഒരു സ്റ്റേ എന്നതിനപ്പുറത്ത് ഇതിനകത്ത് രാഷ്ട്രീയ അധാർമികത, ഇതിനകത്ത് അധികാരം ദുർവിനിയോഗം ചെയ്യൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നവകേരള സർവേ കൃത്യമായി 20 കോടി ഖജനാവിൽ നിന്നെടുത്ത് LDFന് വേണ്ടി നടത്തുന്ന പ്രചാരണമല്ലേ ശ്രീ ജേക്സി തോമസ്? തീർച്ചയായിട്ടും സ്വാഭാവികമായും 3 സഹപ്രതിനിധികളുടെയും അഭിപ്രായ രൂപീകരണം ഏതാണ്ട് ഒരേ നിലയിലുള്ളതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആങ്കർ എന്ന നിലയിൽ അങ്ങ് സത്യസന്ധനും നിഷ്പക്ഷനുമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങ് മതിയായ സമയം 3 പേരുടെയും വാദങ്ങളെ ഖണ്ഡിക്കാനുള്ള എനിക്കുള്ള അവസരം നൽകും എന്ന് ഞാൻ മുന്നമേ തന്നെ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. പക്ഷെ 3 പേരുടെയും അഭിപ്രായം കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് എനിക്ക് ഈ ചർച്ചയിൽ ഉറപ്പുണ്ട്, പ്രേക്ഷകരോ ഞാനോ അല്ല, ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിയെ തോൽപ്പിക്കുന്ന സൗകുമാര്യത്തോടുകൂടെ ബഹുമാന്യനായ സുപ്രീം കോടതി അഭിഭാഷകൻ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിഭാഷകനല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ഇടയിലത് പാണ്ഡിത്യമില്ല അക്കാര്യത്തിൽ, പക്ഷെ കോൺഗ്രസിന്റെ പ്രതിനിധിയെ തോൽപ്പിക്കുന്ന കരുത്തോടുകൂടെ ബഹുമാന്യനായ സുപ്രീം കോടതി അഭിഭാഷകനും മാധ്യമ പ്രവർത്തകനും ഒക്കെ അവരവരുടെ വ്യക്തിപരമായ വാദം, യാതൊരു ആഭിമുഖ്യവുമില്ല, യാതൊരു രാഷ്ട്രീയ പക്ഷപാതിത്വമില്ല, സമ്പൂർണ്ണമായിട്ടും നിഷ്പക്ഷനാണ് കേട്ടോ, ഒരു സംശയവുമില്ല, രാഷ്ട്രീയ ആഭിമുഖ്യം തെല്ലുമില്ല, യാതൊരു രാഷ്ട്രീയ പക്ഷപാതിത്വമില്ല, അനീതിയെ മാത്രം തുറന്നു കാണിക്കുന്ന ഒരു തരത്തിലും സെലക്ടീവ്നെസ് ഇല്ലാത്ത 2 സഹപ്രതിനിധികൾ അവരുടെ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അതിനു വേണ്ടിയുള്ള ചില പ്രതികരണങ്ങൾ നടത്താൻ അങ്ങനെ അനുവദിക്കണം. അപ്പോ ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. ബഹുമാന്യനായ രാഷ്ട്രീയ ആഭിമുഖ്യം ഒട്ടുമില്ലാത്ത മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു വെച്ചു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഇനി ഒരു പച്ചത്തുരുത്ത് നമ്മുടെ ഈ കേരളം മാത്രമല്ലേ ഉള്ളൂ, ഇതുകൂടെ തോറ്റാൽ അവർ തീർന്നില്ലേ എന്നുള്ളതാണ്. ഞാൻ അങ്ങയെ പ്രായത്തിലും അനുഭവത്തിലും അറിവിലും അങ്ങയുടെ അടികൾ നിൽക്കാൻ യോഗ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാലും എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ഒരു അഭിപ്രായ പ്രകടനമുണ്ട്. അത് എന്നെക്കാളും അങ്ങയെക്കാളും ഇതിഹാസ സദൃശ്യമായ പാണ്ഡിത്യമുള്ള ഡോക്ടർ പ്രഭാത് പട്നായിക്ക് അദ്ദേഹത്തോട് ഇതേപോലെ പരിഹാസ്യമായ ഒരു പ്രതികരണം നമ്മുടെ നാട്ടിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനം നടത്തി. ഈ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഇനി ഭാവിയുണ്ടോ, വെദർ there is any future left for left in India എന്നുള്ളതായിരുന്നു അദ്ദേഹത്തോടുള്ള ചോദ്യം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നറിയുമോ? പ്രേക്ഷകരെ നമ്മൾ കേൾക്കണം. ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വന്ന് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കി അതുവഴി ഇന്ത്യയിൽ ആകെ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘമല്ല ഞങ്ങൾ. ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആശയ പ്രചരണത്തിന്റെ ഒരു വേദിയാണ്. പഞ്ചായത്തിലും പാർലമെന്റിലും അതെവിടെയും വ്യത്യാസമില്ല. അവിടെ മത്സരിച്ച് അധികാരത്തിൽ വന്ന് ഇന്ത്യയാകെ ഇടതുപക്ഷ ആശയം പ്രചരിപ്പിച്ച് ഞങ്ങൾ അജയ്യരാകാം എന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല കേട്ടോ. ഞാൻ എന്റെ ഭാഗം ഒന്ന് അവതരിപ്പിച്ച് പൂർത്തീകരിച്ചുണ്ട്. ആങ്കർക്ക് ന്യായമായും ബലമായും സംശയം ഉണ്ടാകും, ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തിരുത്തുകയാണ്. ഡോക്ടർ പ്രഭാതിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഈ വെദർ there is future left for left in India, that I don't know. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് ഭാവിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ 2 കേന്ദ്രങ്ങളിലാണ് CPM അതിശക്തമായ സമരം നടത്തുന്നത്. മാധ്യമ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ അങ്ങ് കേരളത്തിലാണ് എന്നതുകൊണ്ട് അറിയാൻ സാധ്യതയില്ല. ഒന്ന് കോൺഗ്രസ് ഭരിക്കുന്ന യലഹങ്കയിൽ കോൺഗ്രസ് ബുൾഡോസർ
രാജ് ഉപയോഗിച്ച് അടിച്ചു പുറത്താക്കിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ, ന്യൂനപക്ഷക്കാർ, അവർക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കുത്തിയിരുന്ന സമരം ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം. കർണാടകയാണ് കേട്ടോ, ഞങ്ങൾക്ക് രാജ്യസഭാ അംഗമില്ല. ശരി, കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചാ ടോപ്പിക്. ഇത്രയും നേരം താങ്കളുടെ ഒരു ഭാഗം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സമയക്കുറവ് ഉണ്ടായിട്ടും അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്, അല്ലെങ്കിൽ യഥേഷ്ടം അനുവദിച്ചു തന്നേനെ, ഒരു പ്രയാസമില്ല. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ എടുക്കുന്ന പണി, പ്രചരണ പണി, അത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമൊക്കെ ആണോ എന്നുള്ളതാണല്ലോ. ഞാൻ ചോദിച്ചു താങ്കളോട്, ഈ നവകേരള സർവേ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ സ്റ്റേ കിട്ടിയ ധാർമ്മികത ഇല്ലായ്മയും അധികാര ദുർവിനിയോഗവും ഇപ്പോഴും ഇല്ലേ എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഉണ്ടോ ജയിക്ക്? തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരും. എപ്പ വരും? അങ്ങ് ഈ ചോദ്യത്തിനോട് ഇവിടെ ചർച്ചയിൽ പ്രസക്തമല്ല അങ്ങ് പറഞ്ഞ കാര്യം, അങ്ങ് വിളിച്ചുകൊണ്ടിരുത്തിയ മാധ്യമ പ്രവർത്തകൻ അധികാരമില്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ തകരും ആ ഒരു അദ്ദേഹത്തിന്റെ പ്രയോഗത്തിന് 2.5 മിനിറ്റ് താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ എനിക്ക് ഇനി ഈ ചർച്ചയോട് നീതി പുലർത്തിക്കൂടെ? അപ്പൊ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോ ഇത് അല്ല, മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. അങ്ങാണോ എന്റെ മറുപടിയുടെ മാർഗം തീരുമാനിക്കേണ്ടത്? എനിക്ക് എന്റെ ചോദ്യത്തെ തീരുമാനിക്കാമല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചോദിക്കാമല്ലോ. സംബന്ധിച്ചും 7BA സംബന്ധിച്ചും ചോദ്യം ചോദിച്ചപ്പോ അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ് ഈ 3 പേർക്ക് യഥേഷ്ടം സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. അങ്ങ് പറയുന്നു ചർച്ചയിൽ പ്രസക്തമല്ലാന്ന്. ചർച്ചയിൽ പ്രസക്തമല്ലാത്ത കാര്യം വിളിച്ചുകൊണ്ടിരുത്തിയ മാധ്യമ പ്രവർത്തകനും മറ്റ് സംഘങ്ങളും പറഞ്ഞപ്പോ അങ്ങയുടെ നാവെന്താ കാശിക്ക് ഒരു വാക്ക് പറഞ്ഞതിന് 2.5 മിനിറ്റ് താങ്കൾ മറുപടി പറഞ്ഞു. താങ്കൾ അങ്ങനെ നാവിനൊന്നും ചോദ്യം ചെയ്യണ്ട. ഈ ചർച്ചയിൽ തുടക്കം മുതൽ നിശിതമായ വിമർശനങ്ങൾ താങ്കൾ ഉന്നയിച്ചപ്പോ അതൊരു സ്വാതന്ത്ര്യമാണ്, അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകൾ മിണ്ടാതിരുന്ന് കേട്ടതിനാണ് ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ബാക്കി 4 പേരും. അപ്പൊ താങ്കൾ ഒരു വാക്ക് മറ്റുള്ളവർ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ 2.5 മിനിറ്റോടെ അതിനുള്ള മറുപടി പറഞ്ഞു. അതും നമ്മൾ കേട്ടു. സമയക്കുറവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വളരെ വിനീതമായി താങ്കളോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുമെന്ന്. അപ്പോഴും താങ്കൾ വീണ്ടും അതിൽ തന്നെ നിൽക്കുകയാണ്. അതെന്താണ്? ചോദ്യത്തിന് ഉത്തരവില്ലായിട്ടാണോ? ആണോ? എങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയണമായിരുന്നു. അങ്ങ് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. മറ്റ് സഹപാനലിസ്റ്റുകൾ ആ ചോദ്യത്തിൽ നിന്നുള്ള മറുപടിക്ക് പകരം മറ്റൊരു കാര്യങ്ങളും മിണ്ടാൻ പാടില്ല എന്ന്. സഹപാനലിസ്റ്റുകൾക്ക് ആവശ്യം പോലെ വിഷയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കൊടുത്തിട്ട് ഞാനതിന് മറുപടി പറഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം നവകേരള സർവേ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണോ? 20 കോടി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയാണോ? മറുപടി ഈ മാധ്യമ തുടർഭരണത്തിന് വേണ്ടിയാണോ നവകേരള സർവേ? തുടർഭരണത്തിന് വേണ്ടിയാണോ നവകേരള സർവേ? അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അങ്ങയുടെ ചോദ്യത്തിന് മാത്രം എനിക്ക് മറുപടി പറഞ്ഞാൽ പോരല്ലോ. അഭിഭാഷക സുഹൃത്ത് എന്താ പറഞ്ഞത്? റേഷൻ ഷോപ്പിലെ ആനുകൂല്യം വല്ലതും ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ എവിടെയാ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്? അങ്ങേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഞാൻ യൂണിയൻ ഗവൺമെന്റ് പാസാക്കിയ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാസാക്കിയ DPDP ഡിജിറ്റൽ വ്യക്തി സുരക്ഷാ നിയമത്തിലെ 7(2)B ആക്ടിനെ താങ്കൾ എടുത്തുവിടെ ഉദ്ധരിച്ചപ്പോ അതിന്റെ കോണ്ടക്സ്റ്റ് വേറെയാണ് എന്നല്ലേ ആ അഭിഭാഷകൻ ശ്രീ പ്രശാന്ത് പത്മനാഭൻ വിശദീകരിച്ചത്? ഇതെന്തൊരു മര്യാദകേടാണ്. അങ്ങനെയാണെങ്കിൽ അഭിഭാഷകൻ പറയുമ്പോൾ അങ്ങ് ചോദ്യം ചോദിക്കണ്ടേ? അത് അങ്ങനെയാണോ എന്ന് ചോദ്യം ചോദിക്കണ്ടേ? അങ്ങ് ആ സമയം അഭിഭാഷകനും മാധ്യമ പ്രവർത്തകനും കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധിക്കും സംസാരിക്കാൻ അങ്ങ് ഇഷ്ടം പോലെ അവസരം കൊടുത്തു. താങ്കൾക്ക് ഇഷ്ടം പോലെ സമയം തന്നിട്ടുണ്ട്, താങ്കൾക്ക് സമയം തന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായും അഭിമുഖീകരിക്കുക താങ്കളാണ്. അപ്പൊ താങ്കൾ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓരോ തവണയും അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എത്ര സുഖമായി പോകും ചർച്ച. ഞാൻ കോട്ട് ചെയ്തിട്ടല്ല മറുപടി പറഞ്ഞത്. മാധ്യമ പ്രവർത്തകൻ ഈ കാര്യം പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു. അഭിഭാഷകൻ DPDP ആക്ടിലെ 7 ഭാഗത്തിന്റെ B പറയുന്നത് റേഷൻ കാർഡിലെ ആനുകൂല്യം വിതരണം ചെയ്യാനാണെന്നുള്ള പരമമായ കള്ളം, പറയാൻ പാടില്ലാത്തത് അദ്ദേഹം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു. അങ്ങനെ 1 by 1 ടോപ്പ് പാനലിസ്റ്റ് കോട്ട് ചെയ്ത ഓരോ കാര്യങ്ങളെയും പറഞ്ഞു കഴിഞ്ഞോ? അവർക്കുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞോ? ഒരു മിനിറ്റ് കൂടി എനിക്ക്, ഒരു മിനിറ്റ് എന്റെ ചോദ്യത്തിന് അനുവദിക്കോ? ഒരു മിനിറ്റ് എന്റെ ചോദ്യത്തിന് അനുവദിക്കോ? താങ്കൾ ഇവർക്കുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മിനിറ്റ് എന്റെ ചോദ്യം പരിഗണിക്കോ? അങ്ങൊരു 1000 തവണ ഇടപെടുന്നു. ഇത്ര സമയം എടുത്തിട്ടും ചോദിച്ച ചോദ്യത്തിലേക്ക് വരാൻ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഇടപെട്ടത് അങ്ങേക്ക് ഇഷ്ടം പോലെ പരിഹാസ്യമായി ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നല്ലോ. ഡാറ്റ ബ്രീച്ച് എന്താണെന്ന് അങ്ങേക്ക് ഇതുവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു ഇല്ലല്ലോ. എവിടെയായിരുന്നു ഡാറ്റ മോഷണം നടന്നിട്ടുള്ളത്? കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു, CPM-ന് ബോധ്യപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് അതിൽ കെട്ടിത്തിരിക്കാൻ പറ്റുമോ? ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ? ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏതിനാ താങ്കൾ ഉത്തരം പറഞ്ഞ്? ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതിനാ താങ്കൾ ഉത്തരം പറഞ്ഞ? ഈ 2ാം റൗണ്ടിൽ ഹൈക്കോടതി ഉത്തരവിന്റെ ഏത് ഭാഗത്താ ബോധ്യപ്പെട്ടതായിട്ട് പറഞ്ഞേ? പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു സ്വകാര്യതാ ലംഘനമായി കാണാനേ പറ്റുകയുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? പ്രഥമ ദൃഷ്ടിയാൽ സ്വകാര്യതാ ലംഘനമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് അങ്ങേക്ക് എന്താ ഉറപ്പ്? ഇന്നത്തെ കാര്യം ചോദിക്കുമ്പോ ആന്റിസിപ്പേറ്റ് ചെയ്തുള്ള മറുപടിയാണോ ജയിക്ക്? അഭിപ്രായ പ്രകടനങ്ങളുടെ ഇതെന്ത് ദൗർബല്യമാണ്? ഉത്തരവുകളും ഇല്ലേ? അത് ഉത്തരവ് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇന്നുള്ള ഉത്തരവിന്റെ കാര്യത്തിലല്ലേ ഞാൻ ചോദിച്ചത്. താങ്കൾ എന്താ ഉള്ളതെന്ന് എന്നോട് ചോദിച്ചു. ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓപ്പൺ കോർട്ടിൽ ഏത് കോടതികളും പല പ്രതികരണങ്ങളും നടത്തും. നടത്തിയ പ്രതികരണങ്ങൾ ഏഴയലത്ത് നിൽക്കുന്നതായിരിക്കില്ല കോടതികളുടെ അന്തിമ വിധി തീർപ്പുകൾ. ആന്റിസിപ്പേറ്റ് ചെയ്ത് സംസാരിക്കലാണ് അതിന്റെ മറുപടി. ശരി, 8:50 സമയം 10 മിനിറ്റിലേറെ ഈ റൗണ്ടിൽ ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നവകേരള സർവേ എന്ന് പറയുന്ന പരിപാടി 20 കോടി മുടക്കി CPM-ന് LDF-ന് തുടർഭരണം കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒന്നാണോ? 1 മിനിറ്റ് കൂടി ഞാൻ താങ്കൾക്ക് സമയം തരാം. മറുപടി ഉണ്ടാവോ? ഒരിക്കലും അല്ല. അത് അല്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന് മുമ്പിൽ നിയമപരമായി ചിന്തിക്കാനുള്ള ശേഷി പണയം വെച്ചിട്ടില്ലാത്ത കേരളത്തിലെ ഇന്ത്യയിലെ നിയമ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും അറിയാം. കാരണം എന്താണ്? സ്റ്റേറ്റ് ഓഫ് SP ആൻഡ് അതേഴ്സ് വേഴ്സസ് ഉന്മേത് റാവു ശർമ്മ കേസിന്റെ വിധി എന്താണ്? ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു കാര്യത്തിലുള്ള അവകാശത്തെ സംബന്ധിച്ച് പൂർണ്ണത ഉറപ്പുവരുത്തുകയും ഹൈക്കോടതിയുടെ ലിമിറ്റേഷനെ പരിധിയെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് വേഴ്സസ് ഉന്മേത് റാവു ശർമ്മ കേസിൽ ഇല്ലേ? ആ വിധി പ്രസ്താവം വായിച്ചിട്ടുള്ള സാധാരണക്കാരനായ ഏത് മലയാളിക്കും അറിയാം. എങ്കിൽ സാധാരണക്കാരനായ മലയാളികൾക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. സാധാരണക്കാരായ മലയാളികൾക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ശബ്ദം. തുടർഭരണമാണോ ലക്ഷ്യം നവകേരള സർവേക്ക് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ആ ശബ്ദത്തിന്റെ ഉടമ പറയും. ഒക്ടോബർ 10-ാം തീയതി സർവേക്ക് വേണ്ടിയുള്ള ഉത്തരവ് വരുന്നു. ഒക്ടോബർ 22-ാം തീയതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ശില്പശാല നടക്കുന്നു. ആ ശില്പശാലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ്. ഈ പരിപാടിയുടെ നടത്തിപ്പിൽ അല്ലെങ്കിൽ അത് സർവേയുമായി വീടുകൾ കയറി ഇറങ്ങുന്നവരുടെ മനസ്സിലുണ്ടാകണം തുടർഭരണം എന്ന ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 കോടി 1-2 അല്ല 20 കോടി കേരള ഖജനാവിൽ നിന്നെടുത്ത് CPM നടത്തുന്ന ഒരു പ്രചാരണ പരിപാടി പോലെ അങ്ങ് നടത്തുവാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ ശബ്ദം മുഖ്യമന്ത്രിയുടേതല്ല എന്ന് ജയിക്ക് പറയോ? ആ ശബ്ദത്തെ സംബന്ധിച്ച് CPM-ന്റെ അഭിപ്രായമല്ല. ഇന്ത്യയുടെ ഉന്നത നീതിന്യായ പീഠം നല്ല അന്തസ്സായി ഓപ്പൺ കോർട്ടിൽ അങ്ങേക്കും അങ്ങയുടെ ഇന്ത്യയുടെ നീതിന്യായ പീഠം ഈ ശബ്ദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ നീതിന്യായ പീഠം ഈ ശബ്ദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യമില്ല. ബടായി അടിക്കരുത് ജയിക്ക്, ബടായി അടിക്കരുത്. ഇന്ത്യയുടെ നീതിന്യായ പീഠം മുഖ്യമന്ത്രിയുടെ ഈ ശബ്ദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ശബ്ദത്തെ കുറിച്ച് ഇന്ന് സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞോ? തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാനും തിരിച്ച് വെല്ലുവിളിക്കുന്നു. അത് കേട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി അങ്ങേക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ തെളിയിക്കാം. ആ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എടുത്തു വന്നിരുന്ന് ശ്രീ ജയ്ക്കുമായി ഒരു അഭിമുഖത്തിന് ഞാൻ തയ്യാറാണ്. അങ്ങേക്ക് വെല്ലുവിളിക്കാൻ പറ്റുമോ? ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ശബ്ദരേഖയെ കുറിച്ച് ഇന്ന് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ശബ്ദരേഖ ഇനി അടുത്ത ഹിയറിംഗിൽ അവിടെ ആരെങ്കിലും വാദത്തിന്റെ ഭാഗമായി സമർപ്പിക്കുകയോ ഉദ്ധരിക്കുകയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ശബ്ദരേഖ റിയൽ ആണ്. അതിൽ തുടർഭരണമാണ് ലക്ഷ്യം. നമ്മുടെ നവകേരള സർവേ പരിപാടിക്ക് തുടർഭരണമാണ് നോട്ടം, പ്രധാന ലക്ഷ്യം. മനസ്സിലാക്കാത്തവർ അതുകൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. അത് പറഞ്ഞു കൊടുത്തില്ല എന്ന് ജയിക്ക് പറയോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ജയിക്ക്? മനോരമയ്ക്ക് എത്ര വിഷമമുണ്ടെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ പാർട്ടി പരിപാടിയിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുവോ? അപ്പൊ ഉണ്ടാകുന്ന പാർട്ടി പരിപാടിയല്ല, സർക്കാർ പരിപാടി. 20 കോടി കേരളത്തിന്റെ, എന്റെ, നിങ്ങളുടെ, ശ്രീ ജിൻഡോ ജോണിന്റെ, പ്രശാന്ത് പത്മനാഭന്റെ, ശ്രീ ജോർജ് മുടിപ്പാറയുടെ, എല്ലാവരുടെയും ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെയും ഒക്കെ പണം എടുത്തുകൊണ്ടാണ് LDF പ്രചാരണം. LDF പ്രചാരണം ആണോ എന്ന് താങ്കളോട് ഞാൻ ചോദിച്ചത്. അല്ല എങ്കിൽ എന്തിനാണ് തുടർഭരണത്തെ കുറിച്ച് അവിടെ ക്ലാസ് എടുക്കുന്നത് മുഖ്യമന്ത്രി? LDF പ്രചരണം എന്നുള്ള അങ്ങയുടെ വ്യാഖ്യാനമല്ലേ? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർ, സാധാരണക്കാർ, തൊഴിലാളികൾ, ദിവസവേതനക്കാർ, വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാവർക്കും അത്ഭുത സമാനമായ നേട്ടങ്ങൾ സമ്മാനിച്ച, അവകാശങ്ങൾ എത്തിച്ചു കൊടുത്ത ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകണമെന്നല്ല പറഞ്ഞത്. അതിന് തുടർച്ചയുണ്ടാകണമെന്ന് പറയുമ്പോൾ ഒരു പത്രസ്ഥാപനത്തിന് മാത്രം ഇത്ര അസഹിഷ്ണുതയും വിഷമവും ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?